Eat That Frog and Eat That Frog for Students. ഇതിൽ ഏതാണ് നല്ല ബുക്ക്? Eat That Frog for Students എന്ന ബുക്ക് ഒരു മസ്റ്റ് റീഡ് ബുക്ക് ആണോ? Eat That Frog for Students എന്ന ബുക്കിന് Eat That Frog എന്ന ബുക്കിനോട് എന്തെങ്കിലും സാമ്യമുണ്ടോ? ഈ രണ്ട് ബുക്സിൽ ഏത് ബുക്ക് ആരൊക്കെ വായിക്കുന്നതാണ് നല്ലത്? Eat That Frog എന്ന ബുക്ക് നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുണ്ടെങ്കിൽ Eat That Frog for Students എന്ന ബുക്ക് ട്രൈ ചെയ്യുന്നത് യൂസ്ഫുൾ ആകുമോ ഓർ വേസ്റ്റ് ആകുമോ? Let's see that now. Hi everyone, this is Annapoorani and welcome to my channel. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ബുക്ക് റിലേറ്റഡ് കണ്ടന്റ്സ് ലൈക്ക് ബുക്ക് റിവ്യൂസ്, ബുക്ക് സമ്മറീസ്, ടിപ്സ് ഐ ലേൺ ഫ്രം ബുക്സ് ഇതൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇഫ് യു ലൈക്ക് ടു സീ ദിസ് കൈൻഡ് ഓഫ് വീഡിയോസ്. ഓക്കെ, ബാക്ക് ടു നമ്മുടെ തവള തന്ന കാര്യത്തിലോട്ട് പോവാം. ഫസ്റ്റ് ഈ രണ്ട് ബുക്സിനെ കുറിച്ച് ഒരു ഹൈ ലെവലായിട്ട് ഐഡിയ തരാം. Eat That Frog ഒരു ടൈം മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ബുക്കാണ്. ബ്രയൻ ട്രേസി ആണ് ഈ ബുക്കിന്റെ ഓഥർ. ഇത് ഒരു മസ്റ്റ് റീഡ് ബുക്കാണ്. ഈ ബുക്കിനെ കുറിച്ച് ഒരു റിവ്യൂ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബുക്കാണ്. പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കി കുറച്ചു സമയം കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യാനുള്ള 21 വഴികളാണ് ഈ ബുക്കിലെ ഓരോ ചാപ്റ്റേഴ്സിലും ഉള്ളത്. നല്ല യൂസ്ഫുൾ ആണ്. പല ടിപ്സ് ഉള്ളത് കൊണ്ട് ഓരോന്ന് ട്രൈ ചെയ്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ബുക്ക് Eat That Frog for Studentsനെ കുറിച്ച് നോക്കാം. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ബ്രയൻ ട്രേസി തന്നെയാണ് ഈ ബുക്കിന്റെയും ഓഥർ. കൂടെ ഒരു കോ-ഓഥർ കൂടിയുണ്ട്, അന്ന ലൈൻബർഗർ. ഈ ബുക്ക് ഒരു മസ്റ്റ് റീഡ് ബുക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഈസ് എ മസ്റ്റ് റീഡ് ബുക്ക്, ബട്ട് കണ്ടീഷൻസ് അപ്ലൈ. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് വഴിയേ പറയാം. ഫസ്റ്റ് ഈ ബുക്കിനെ കുറിച്ചിട്ട് ഒരു ഹൈ ലെവലായിട്ട് ഐഡിയ തരാം. ഇപ്പോ ഇതൊരു സ്റ്റാൻഡ് അലോൺ ബുക്കായി വിചാരിച്ചിട്ട് തന്നെ പറയാം. അടുത്ത സെക്ഷനിൽ നമുക്ക് ഈ രണ്ട് ബുക്സും തമ്മിൽ കമ്പയർ ചെയ്യാം. ഇത് ഒരു എഡ്യൂക്കേഷൻ, സെൽഫ് ഹെൽപ്പ്, ടൈം മാനേജ്മെന്റ് ടൈപ്പ് ബുക്കാണ്. പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കി സ്കൂൾ ഓർ കോളേജിലൊക്കെ തിളങ്ങാനായിട്ട് 22 വഴികളാണ് ഓഥർ ഈ ബുക്കിൽ ഷെയർ ചെയ്യുന്നത്. സ്റ്റുഡൻസിന് അവരുടെ സ്റ്റഡീസും ടൈമും ഒക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാനുമായിട്ടുള്ള ഒരുപാട് ടിപ്സ് ഈ ബുക്കിലുണ്ട്. ഈ 22 ചാപ്റ്റേഴ്സും 5 പാർട്സ് ആയിട്ടാണ് ഈ ബുക്കിൽ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 1 The 3 Pillars of Success, പാർട്ട് 2 Learning to Structure Your Own Time, പാർട്ട് 3 Studying Something That You Are Not Interested in and Still Doing Well, പാർട്ട് 4 The Pressure to Achieve, പാർട്ട് 5 Proactively Dealing with Stress and What Causes It. ഇത് ഒരു കമ്പാരിസൺ വീഡിയോ ആയതുകൊണ്ട് ഈ ബുക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ബട്ട് ഡോണ്ട് വറി, Eat That Frog for Students എന്ന ബുക്കിലെ 22 ചാപ്റ്റേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫുൾ ബുക്ക് സമ്മറി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ പണിപ്പുരയിലാണ് ഞാനിപ്പം. സോ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഡോണ്ട് മിസ് ദാറ്റ് വൺ. ഇനി നമുക്ക് ഈ രണ്ട് ബുക്സും ഒന്ന് കമ്പയർ ചെയ്യാം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടുപിടിക്കാം. നമ്പർ 1 Eat That Frog and Eat That Frog for Students. ഇതിൽ ഏതാണ് നല്ല ബുക്ക്? ഈ രണ്ട് ബുക്കും നല്ലതാണ്. ആക്ച്വലി സിമിലർ കണ്ടന്റ് ആണ് ഈ രണ്ട് ബുക്കിലും ഉള്ളത്. Eat That Frog ജനറിക് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. Eat That Frog for Students ഫുൾ ആയിട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. നമ്പർ 2 Eat That Frog for Students ഒരു മസ്റ്റ് റീഡ് ബുക്ക് ആണോ? Eat That Frog ഒരു മസ്റ്റ് റീഡ് ബുക്ക് ആണെന്ന് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു Eat That Frog for Students, ഇറ്റ് ഈസ് ഓൾസോ എ മസ്റ്റ് റീഡ് ബുക്ക്, ബട്ട് കണ്ടീഷൻസ് അപ്ലൈ. നിങ്ങൾ ഇൻ കേസ് ഒരു സ്റ്റുഡന്റ് ആണ്, Eat That Frog എന്ന ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ then Eat That Frog for Students is a must read book. ഇനി ഇൻ കേസ് നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണ്, Eat That Frog എന്ന ബുക്ക് ഓൾറെഡി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മസ്റ്റ് റീഡ് ബുക്ക് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു നൈസ് ടു റീഡ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റുഡൻസ് അല്ലാത്തവര് ലൈക്ക് വർക്കിംഗ് പ്രൊഫഷണൽസ്, ഹോം മേക്കേഴ്സ്, അവർക്കൊക്കെ ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ്. നമ്പർ 3 Eat That Frog for Students എന്ന ബുക്കിന് Eat That Frog എന്ന ബുക്കിനോട് എന്തെങ്കിലും സാമ്യമുണ്ടോ? സാമ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി സാമ്യം മാത്രമേ ഉള്ളൂ. Eat That Frog വായിച്ച ഒരാള് Eat That Frog for Students എന്ന ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും 90% ഓഫ് ദ കണ്ടന്റ്സ് സെയിം ആണ്. ഒരമ്മ പെറ്റ രണ്ട് കുട്ടികൾ പോലെയാണ് ഈ രണ്ട് ബുക്സ് എന്ന് വേണമെങ്കിൽ പറയാം. Eat That Frog ഐ തിങ്ക് 2001 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. Eat That Frog for Students 2020 പബ്ലിഷ് ചെയ്തത്. Eat That Frog പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും അതേപടിയാണ് Eat That Frog for Students ഉള്ളത്. ജസ്റ്റ് സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നു എന്ന് മാത്രം. എക്സാമ്പിൾസ്, സിറ്റുവേഷൻസ് ഒക്കെ ഒരു സ്റ്റുഡന്റ് ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. ഓൾസോ Eat That Frog for Students ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് സ്ട്രക്ചർഡ് ആക്കിയിട്ട് 5 പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് മാത്രമാണ് Eat That Frog for Students എക്സ്ട്രാ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. അത് ഫുൾ ആയിട്ട് സ്റ്റുഡൻസിനെ റിലേറ്റ് ചെയ്താണ് പറയുന്നത്. ഇങ്ങനെ ഒരേപോലെ കണ്ടന്റ് ആയിട്ട് ഈ ബുക്ക് എന്തിനാണ് പബ്ലിഷ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ബട്ട് എനിക്ക് തോന്നിയത് ഒരു സ്റ്റുഡന്റ് ഈ ബുക്ക് വായിക്കുമ്പോൾ അവരുടെ സിറ്റുവേഷൻസിലൂടെ പോയിട്ട് ടിപ്സ് ഷെയർ ചെയ്യുന്നത് ജനറിക്കായി പറയുന്നതിനേക്കാളും അവർക്ക് കുറച്ചുകൂടി റെസനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ 4 ഈ രണ്ട് ബുക്സിൽ ഏത് ബുക്ക് ആരൊക്കെ വായിക്കുന്നതാണ് നല്ലത്? ഈ രണ്ട് ബുക്സും ബിഗിനർ ഫ്രണ്ട്ലി ആണ്. Eat That Frog എല്ലാവർക്കും വായിക്കാം, ബട്ട് Eat That Frog for Students സ്റ്റുഡൻസിനാണ് നല്ലത്. നമ്പർ 5 Eat That Frog എന്ന ബുക്ക് നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുണ്ടെങ്കിൽ Eat That Frog for Students ട്രൈ ചെയ്യുന്നത് യൂസ്ഫുൾ ആവുമോ വേസ്റ്റ് ആവുമോ? ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും Eat That Frog for Students സ്റ്റുഡൻസ് അല്ലാത്തവർ വായിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇൻ കേസ് നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണ്, Eat That Frog ഓൾറെഡി വായിച്ചിട്ടുണ്ട്, സോ Eat That Frog for Students വായിച്ചാൽ വേസ്റ്റ് ആകുമോ ചോദിച്ചാൽ അത് ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്ന് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ. കാരണം ഈ രണ്ട് ബുക്സും ഒരു റീ റീഡിന് സ്കോപ്പുള്ള ബുക്സ് ആണ്. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് Eat That Frog ചാപ്റ്റേഴ്സ്
ചാപ്റ്റേഴ്സ് വായിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാനും നമ്മൾ നമ്മുടെ പ്ലാൻസിൽ നിന്ന് ഓഫ് ട്രാക്ക് ആയി പോകുമ്പോൾ തിരിച്ച് ഓൺ ട്രാക്കിൽ വരാനും പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനുമെല്ലാം ഈ റീറീഡ് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയായിരിക്കും ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫോർ സ്റ്റുഡൻസ്. പക്ഷെ നിങ്ങൾ ഒരു ടൈറ്റ് ബഡ്ജറ്റിൽ പോവാണ്, പുതിയ ബുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഓൾറെഡി വാങ്ങി വായിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഇനഫ്. അതിൽ പറയുന്ന ജനറിക് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡന്റ് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് ബുക്സിനെ കുറിച്ച് എനിക്ക് കമ്പയർ ചെയ്ത് പറയാനുള്ളത്. നിങ്ങൾ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്ക് ഓൾറെഡി വായിച്ചിട്ടുണ്ടോ? ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫോർ സ്റ്റുഡൻസ് എന്ന ഒരു ബുക്ക് ഉള്ള കാര്യം അറിയാമായിരുന്നോ എന്നെല്ലാം ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫോർ സ്റ്റുഡൻസിന്റെ ഫുൾ ബുക്ക് സമ്മറി ഓൺ ദ വേ ആണ്. അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡോണ്ട് മിസ് ദാറ്റ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ധാരാളം ബുക്സ് വായിക്കുക. ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.